Good morning all students. Today we have the problems of subgroups. Yesterday we did the concept of, we started with the concepts of subgroup. Subgroup is a subset of a group G which itself is a group. And we did a lemma, and with using that lemma we proved the theorem, subgroup theorem. If H is a subset of a group G and H is a subgroup if and only if it satisfies the closure property, the existence of identity and the existence of inverse, that we have proved. And we did a problem of HK. HK is a subgroup, to show that HK is a subgroup. Now the second problem is, for any group G, show that the set H defined by H equal to X such that X element of G and AX equal to XA for all A element of G is a subgroup of G. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ അതിലെ എലമെൻറ്റ്സിൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് മാത്രമുള്ള സബ്സെറ്റ് ഈസ് എ സബ് ഗ്രൂപ്പ്. അപ്പോൾ അബീലിയൻ ആണെങ്കിൽ H ഈക്വൽ ടു G ആണ്. ചില കേസിൽ എങ്ങനെയാണെങ്കിലും അങ്ങനെ ഓർമ്മ ഉണ്ടാവും, കാരണം സിംഗിൾട്ടൺ സെറ്റ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഒരു ഫിക്സ്ഡ് എലമെന്റ് എ, അതിൽ AX ഈക്വൽ ടു XA വരുന്ന എല്ലാ എക്സുകളും കൂടിയുള്ള സെറ്റ്. സോ ഫസ്റ്റ് we have to show that it's a subset. So here AX, for since X element of G and A element of G, AX and XA element of X element of G and A element of G implies XA element of G and AX element of G. നമ്മൾ ആ എലമെന്റ്സ് മാത്രം എടുക്കുന്നുള്ളൂ. സോ clearly H is a subset of G. Now second we have to show that its closure property. Closure property എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ Xഉം Yയും element of H എടുത്തു. So we have AX equal to XA and AY equal to YA. ഇനി നമ്മൾ XY equal to XY element of H എന്നാണ് കാണിക്കേണ്ടത്. For that we have to show that AXY equal to XYA. നമ്മളതിന് XYA എന്ന് സ്റ്റാർട്ട് ചെയ്തു. Choose any x, y element of H, then by definition XA equal to AX and YA equal to AY for all element of G. Consider XY into A. നമ്മളിവിടെ അസോസിയേറ്റിവിറ്റി വെച്ച് എക്സ് ഇൻറ്റു വൈ എ എന്ന് നമുക്ക് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് എ വൈ ഈക്വൽ ടു വൈ എ ആണ്. അപ്പോൾ നമ്മൾ വൈ എക്ക് പകരം എ വൈ വെച്ച് റീപ്ലേസ് ചെയ്തു. നോ വീണ്ടും നമ്മൾ അസോസിയേറ്റിവിറ്റി കൊടുത്തു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എ ഇൻറ്റു വൈ. ഇനി വീണ്ടും നമ്മൾ ഡെഫിനേഷൻ ഓഫ് എച്ച് കൊടുത്തു, എ എക്സ് ഈക്വൽ ടു എക്സ് എ. സോ എക്സ് എക്ക് പകരം എ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. വീണ്ടും നമ്മൾ അസോസിയേറ്റിവിറ്റി കൊടുത്തു, എ ഇൻറ്റു എക്സ് വൈ. സോ എക്സ് വൈ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് വൈ. ദർഫോർ എക്സ് വൈ എലമെന്റ് ഓഫ് എച്ച്. സോ എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ ഓഫ് ജി. Now we have to show that the existence of identity. Let E be the identity element of G. Then by definition, H ന്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്? A equal to A equal to AE for all A element of H. So അത് ഈ വെച്ചിട്ട് A ഉണ്ടെങ്കിൽ EA equal to A equal to AE. So AE equal to EA ആയതുകൊണ്ട് നമ്മുടെ ഡെഫിനേഷൻ എന്താണ്? AX equal to XA ഉണ്ടെങ്കിലാണ് X element of H ആവുന്നത്. So here AE equal to EA, so E element of H. ഇനി നമ്മൾ A ഉണ്ടെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കാം. അപ്പോൾ A ജിയിലുണ്ടെങ്കിൽ A ഇൻവേഴ്സ് എലമെന്റ് ഓൾസോ എലമെന്റ് ഓഫ് G. നമ്മൾ വേറൊരു എലമെന്റ് X എടുത്തു. സോ എക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സ് എലമെന്റ് ഓഫ് എച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ എ എക്സ് ഈക്വൽ ടു എക്സ്. നമ്മൾ എക്സ് ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എച്ച് കാണിക്കണമെങ്കിൽ എ എക്സ് ഇൻവേഴ്സ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് എന്ന് നമ്മൾ കാണിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് എലമെന്റ് ഓഫ് എച്ച് എടുത്തു, വിച്ച് ഇംപ്ലൈസ് എ എക്സ് ഈക്വൽ ടു എക്സ് എ. ഇനി നമ്മൾ അതിന്റെ രണ്ട് സൈഡിലും എക്സ് ഇൻവേഴ്സ് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തു. സോ എക്സ് ഇൻവേഴ്സ് എക്സ് എ ഇൻറ്റു എക്സ് ഇൻവേഴ്സ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് എ എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ്. ഇത് നമ്മൾ അസോസിയേറ്റിവിറ്റി വെച്ചിട്ട് രണ്ട് സൈഡിലും എക്സ് എക്സ് ഇൻവേഴ്സ് എന്നുള്ള ടേം ക്ലബ് ചെയ്തു. So that x inverse is equal to E.
ഇനി ഐഡന്റിറ്റി റൂൾ ആയതുകൊണ്ട് ആ ഇ എന്നുള്ളത് പോയിട്ട് ബാക്കിയുള്ളത് എ എക്സ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് എ എന്ന് തോന്നും, വിച്ച് ഇംപ്ലൈസ് എക്സ് ഇൻവേഴ്സ് ആൻ എലമെന്റ് ഓഫ് എച്ച്. സോ ഫ്രം 1, 2 and 3 ദിസ് ഇസ് ദ കണ്ടീഷൻ ഇൻ ദ നമ്മുടെ സബ്ഗ്രൂപ്പ് തിയറത്തിലെ കണ്ടീഷൻസ് ആണ്. ഫ്രം 1, 2 and 3 വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. നമ്മൾ ഈ സബ് ഗ്രൂപ്പിന് പറയുന്ന പേരാണ് സെന്റർ ഓഫ് എ ഗ്രൂപ്പ്. സോ സെന്റർ ഓഫ് എ ഗ്രൂപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സബ് ഗ്രൂപ്പ് defined as h equal to x such that x element of G and ax equal to xf for all a element of G is called the center of a group G. Next, third problem, show that a non-empty subset H of a group G is a subgroup of G if and only if AB inverse element of H for all a comma B element of H. ഇപ്പോൾ പ്രോബ്ലം ആയിട്ടാണെങ്കിലും പിന്നെ ഇത് തിയറം പോലെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഇത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 7 മാർക്ക് സെക്ഷനിൽ കാണാറുള്ള ക്വസ്റ്റ്യനാണ്. ടു പ്രൂവ് ദിസ് ഫസ്റ്റ് ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്, രണ്ട് സൈഡിലേക്കും പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് അസ്യൂം ദാറ്റ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പോൾ ഏത് പ്രോബ്ലം എഴുതുമ്പോഴും ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. സോ ബൈ ഡെഫിനിഷൻ എച്ച് സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് എച്ച് ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രൂപ്പ് under the induced operation from G. So hence by group axioms for any a comma B element of H, B ഉണ്ടെങ്കിൽ there exists B inverse element of H group ആയതുകൊണ്ട്, since H is a group, H is itself is a group for any B element of H, B inverse element of H. So a comma B inverse element of H implies a B inverse element of H. അപ്പോൾ നമ്മൾ വൺ സൈഡ് പ്രൂവ് ചെയ്തു. നൗ കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി സച്ച് ദാറ്റ് എ ബി ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് എച്ച് ഫോർ ഓൾ എ കൊമ ബി എലമെൻറ്റ് ഓഫ് എച്ച്. ഇനി നമ്മൾ ഈ സബ്സെറ്റ് ഒരു സബ് ഗ്രൂപ്പാണ് കാണിക്കണം. ഫോർ ദാറ്റ് വി ഹാവ് ദാറ്റ് തിയറം. സോ വി ഹാവ് ടു പ്രൂവ് ദ ക്ലോഷർ പ്രോപ്പർട്ടി, ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ആൻഡ് ഇൻവേഴ്സ് പ്രോപ്പർട്ടി. സോ ഫസ്റ്റ് ഇതിൽ കാണിക്കുന്നത് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടിയാണ്. So for any നമ്മൾ എ എലമെൻറ്റ് ഓഫ് എച്ച് ആൻഡ് ബി എലമെൻറ്റ് ഓഫ് എച്ച് ഇംപ്ലൈസ് എ ബി ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് എച്ച്. അതാണ് നമ്മുടെ അസംഷൻ. സോ വി ആർ എ എലമെൻറ്റ് ഓഫ് എച്ച് ആൻഡ് എ എലമെൻറ്റ് ഓഫ് എച്ച്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഇംപ്ലൈസ് എ ഇൻവേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ എലമെൻറ്റ് ഓഫ് എച്ച്. സോ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് എച്ച്. നൗ എ എലമെൻറ്റ് ഓഫ് എച്ച് ആൻഡ് ഇ എലമെൻറ്റ് ഓഫ് എച്ച് ഇംപ്ലൈസ് E element of H and A element of H implies EA inverse element of H which implies A inverse element of H. Thus the identity E of G is in H and inverse of every element of H is in H. Now we have to show that the closure property. ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി ഇൻവേഴ്സും കാണിക്കേണ്ട ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. സോ ടേക്ക് A and B element of two element of H and we prove that B inverse element of H. So A B element of H implies A B inverse element of H. Since B is an element of H, B inverse is an element of H. So A B inverse all inverse. നമ്മുടെ പ്രോപ്പർട്ടി അതാണ്. രണ്ട് എലമെൻറ്റിൻ്റെ രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് ഈസ് അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്തത് A B inverse all inverse which is equal to A B. B inverse all inverse is equal to B. ആ പ്രോപ്പർട്ടി വരുന്നുണ്ട്. So element of H, thus H is a group subgroup of G such that H is closed under the binary operation of G. H contains the identity element and for every element of H, A inverse element of H. Thus, H is a subgroup of G. Next problem. Let a non-empty finite subset H of a group G be closed under the binary operation of G. Show that H is a subgroup of G. അപ്പോൾ ഇവിടെ ക്ലോഷർ എന്നുള്ള ഒറ്റ പ്രോപ്പർട്ടി വെച്ചിട്ട് അത് സബ് ഗ്രൂപ്പാണ്. എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ഗ്രൂപ്പ് ജി. ഒരു കണ്ടീഷനോടെ ഉണ്ട്, ഫൈനൈറ്റ് ഷുഡ് ബി ഫൈനൈറ്റ്. ക്ലോഷർ പ്ലസ് ഫൈനൈറ്റ്നെസ് അങ്ങനെയാണെങ്കിൽ അത് സബ് ഗ്രൂപ്പാണെന്നാണ് കാണിക്കുന്നത്. സോ ഫോർ ദാറ്റ് അസ്യൂം ദാറ്റ് ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി സച്ച് ദാറ്റ് എ എലമെന്റ് ഓഫ് എച്ച് ബി എലമെന്റ് ഓഫ് എച്ച് ഇംപ്ലൈസ് എ ബി എലമെന്റ് ഓഫ് എച്ച്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ക്ലോഷർ പ്രോപ്പർട്ടി. നൗ ലെറ്റ് കാർഡിനാലിറ്റി ഓഫ് എച്ച് ഈക്വൽ ടു എം. That is number of elements of H equal to M. ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫൈനൈറ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എലമെന്റിന്റെ നമ്പർ സ്പെസിഫൈ ചെയ്തു. ഇറ്റ്സ് ഈക്വൽ ടു M. ഫോർ എനി എ എലമെന്റ് ഓഫ് H,
a square എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a into a cube, a into a into a, or a square into a, etc. are all elements of H. Now consider the m plus 1 elements a square, a cube, etc. a raised to m plus 1. നമ്മളെ എലമെന്റ്സ് നമ്മൾ a raised to ആ രീതിയിൽ എഴുതുന്ന a raised to m plus 1 വരെയുള്ള എലമെന്റ്സ് എടുത്തു. So this given that cardinality of H equal to m. ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന എലമെന്റ്സ് m plus 1 ഉണ്ട്. So this എല്ലാം സെയിം ആയിരിക്കും. ഓൾ ദീസ് എലമെന്റ്സ് കനോട്ട് ബി ഡിസ്റ്റിങ്ക്ട്. ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ എങ്കിലും ഈക്വൽ ആയിരിക്കും. സോ നമ്മളതിന് ലെറ്റ് a raised to r equal to a raised to s for some integers r and s such that 1 less than or equal to r less than s less than or equal to m plus 1. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ഐഡന്റിറ്റി പ്രോപ്പർട്ടി ഇൻവേഴ്സ് പ്രോപ്പർട്ടി കാണിച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഐഡന്റിറ്റി പ്രോപ്പർട്ടിയാണ്. Since r less than s, we can write s equal to r plus n, where n is an integer greater than or equal to 1. Then a raised to r equal to a raised to s implies a raised to r equal to a raised to r plus n, which implies a raised to r into e. നമുക്ക് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഇ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. സോ എ റേസ് ടു ആർ ഇ ഇസ് ഈക്വൽ ടു എ റേസ് ടു ആർ എ റേസ് ടു എൻ, which implies e equal to a raised to n using left cancellation law. So thus a raised to n equal to e for some positive integer n. Hence the identity element e element of H. അപ്പം നമ്മൾ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിച്ചു. ഇനി നമ്മൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കാൻ പോകുന്നത്. Choose any a element of H. Then we have shown that a raised to n equal to e for some positive integer if n equal to 1. in നമ്മൾ രണ്ട് കേസ് ആയിട്ട് എടുക്കുക. if n equal to 1, then a raised to 1 എന്ന് വെച്ചാൽ a which is equal to a equal to e. so a inverse എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡന്റിറ്റിയുടെ ഇൻവേഴ്സ് equal to same as e element of H. now let n greater than 1. then നമുക്ക് a raised to n എന്നുള്ളതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. which can be written as a raised to n minus 1 which is equal to a raised to n equal to a raised to n minus 1 a. ഇനി a raised to n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നേരത്തെ കിട്ടി e. that is a raised to n minus 1 equal to e equal to a raised to n minus 1 a. hence a raised to n minus 1 is the inverse of a. that is a inverse equal to a raised to n minus 1 element of H. thus H is a subgroup of a group G such that H is closed under the binary operation of G contains the binary element, and for every a element of H, its inverse a inverse element of H. Hence, H is a subgroup of G. Next, fifth problem. If H and K are two subgroups of a group G, prove that H intersection K is a subgroup of G. But note തന്നപ്പോൾ അതിൽ subset എന്നാണ് എഴുതിയിരിക്കുന്നത്. കറക്റ്റ് ചെയ്യുക. subgroup എന്നാണ്. Now we have to solve the problem. So we have to show that H intersection K is a subgroup. We have to first show that it is a subset of G. Then we have to show that the closure property is satisfied. Next we have to show that the identity element exists in H intersection K. Fourth, the inverse of an element in H intersection K exists and belongs to H intersection K. ഇത്ര 4 കാര്യങ്ങളാണ് നമ്മൾ കാണിക്കേണ്ടത്. First we can show that H intersection K is a subset of G. Since H and K are subsets of G, H intersection K is also a subset of G. ഒരു ഇന്റർസെക്ഷനോട് എടുത്തു കഴിഞ്ഞാലും സബ്സെറ്റ് തന്നെയാവുള്ളൂ. Now we have to show that the closure property. For that, take any two elements in H intersection K. ഇനി H intersection K യിലെ എലമെന്റ് let x and y belongs to H intersection K. H intersection K യിലെ എലമെന്റ്സ് ആണെങ്കിൽ x, y element of H and x, y element of K ആണ് കോമൺ ആയിട്ടുള്ള റീജിയനിലുള്ള പോയിന്റ് ആണ് എക്സും വൈയും. അപ്പോൾ ആ രണ്ട് സെറ്റിലും എച്ചിലും ഉണ്ടാവും കെയിലും ഉണ്ടാവും. So x, y element of H and x, y element of K by definition of H intersection K. ഇനി Hൽ അതൊരു സബ് ഗ്രൂപ്പ് ആണ്. H is a subgroup of G. So xy element of H and xy element of K
So xy element of H intersection K by definition of H intersection K. അപ്പോൾ അതിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. Now we have to show that the identity element exists in H intersection K. Let E be the identity element of G, then E element of H and E element of K. Since H is a subgroup of G and K is a subgroup of G, subgroup is ആണെങ്കിൽ അതിലുണ്ടാവും. So by definition E element of H intersection K. So the identity element exists. Next we have to show that the inverse exists for an element in H intersection K. We can take any X element of H intersection K. X element of H intersection K implies X element of H and X element of K by definition of H intersection K, which means X inverse element of H and X inverse element of K. ഇതൊരു സബ്ഗ്രൂപ്പ് ആണ്. സബ്ഗ്രൂപ്പിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അത് അതിൻ്റെ എലമെന്റ് ആ സെറ്റ് തന്നെയായിരിക്കും. സോ എക്സ് ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എച്ച് ആൻഡ് എക്സ് ഇൻവേഴ്സ് എലമെന്റ് ഓഫ് കെ. സോ വിച്ച് ഇംപ്ലൈസ് ഇനി അതിന് രണ്ടിലും ഉണ്ടെങ്കിൽ അതിന് കോമൺ ആയിട്ടുള്ള സെറ്റ് എക്സ് ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ ബൈ ഡെഫിനേഷൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ. Therefore inverse also exists. So from 1, 2 and 3 we can conclude that H intersection K is a subgroup of G. That is the closure property exists, the identity exists and the inverse of element exists and it's a subset. So it is a subgroup of G.